നൈർമല്യം അത് കേരളം കണ്ടതാണ്. തീർച്ചയായും ഈ യാത്ര കേരളം മംഗലാപുരത്ത് സമാപിക്കുമ്പോൾ നേരത്തെയുള്ള പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ചില മാറ്റങ്ങൾ, കേരളം കാതോർത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം വളരെ പരിമിതമായതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഈ വേദിയിൽ പറയാതിരിക്കാനാവില്ല. ഈ യാത്ര ഇവിടെ എത്തുന്ന സമയം, ഈ സന്ദർഭം വളരെ പ്രധാനമാണ്, പ്രസക്തമാണ്. ഈ യാത്ര തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരാൾക്കൂട്ടാക്രമണം ഉണ്ടാകുന്നത്. അഖിലാഖിനെ കുറിച്ച് നമുക്കറിയാം. വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അഖിലാഖിന് ആൾക്കൂട്ടം കൊല്ലുകയായിരുന്നു. ബഹലൂഖാൻ പശുവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ആൾക്കൂട്ടം കൊന്നത്. ജുനൈദിനെ നീ പശുമാംസം കഴിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞാണ് ട്രെയിനിൽ വെച്ച് ആൾക്കൂട്ടം ആക്രമിച്ചത്. ജുനൈദിന്റെ വീട്ടിൽ പോയതാണ്. അപ്പോഴൊക്കെ നമ്മൾ മലയാളികളുടെ ഒരു വ്യാജ അഭിമാന ബോധം, വ്യാജ അവകാശ ബോധം, ഇതൊക്കെ വാളയാർ ചുരത്തിന് അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല എന്ന്. ഇന്നലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഴുവൻ മലയാളികളും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സമയമാണിത്. കേരളത്തിലെ ആ ആൾക്കൂട്ടം ചോദിച്ചത് നീ ബംഗ്ലാദേശിയല്ലേ മുസ്ലിമല്ലേ എന്ന് ചോദിച്ച് ആക്രമിക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിന് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ആൾക്കൂട്ടം വെറുതെ ഉണ്ടായതല്ല. നമുക്കറിയാം, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഞാൻ ഈ വേദിയെ കളങ്കപ്പെടുത്തുന്നില്ല. 60